കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ചാപ്റ്റർ 1 കമ്പനീസ് ആക്ടിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ബ്രീഫ് ചെയ്യാൻ പോകുന്നത്. കമ്പനീസ് ആക്ട് 2013 ഇന്ന് നിലവിൽ നിൽക്കുന്ന എല്ലാ കമ്പനികളുടെയും രജിസ്ട്രേഷൻ ഈ കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ കമ്പനീസ് ആക്ടിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ 1850 ഇന്ത്യയിൽ ആദ്യമായി കമ്പനീസ് ആക്ട് പാസ്സാക്കുന്നത്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കോളനിയുടെ ഒരു ഭാഗമായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സിസ്റ്റത്തിൻ്റെ, ബ്രിട്ടീഷ് ലോയുടെ ബേസ് ചെയ്താണ് ഇന്ത്യൻ കമ്പനീസ് ആക്ടും അവർ ഡ്രാഫ്റ്റ് ചെയ്തിരുന്നത്. 1844 അവിടെ നിലവിലുണ്ടായിരുന്ന കമ്പനീസ് ആക്ടിൻ്റെ അതേ പ്രൊവിഷൻസ് ആണ് 1850 കമ്പനീസ് ആക്ടിൽ അവർ ഇന്ത്യക്ക് വേണ്ടി ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ എനാക്ട് ചെയ്തിരുന്ന കമ്പനീസ് ആക്ട് 1852 ഫോളോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം കമ്പനീസ് ആക്ട് 1850 ഉണ്ടാക്കിയിരുന്നത് ബ്രിട്ടനിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ജിയോഗ്രഫിയും കസ്റ്റമും ട്രേഡ് പ്രാക്ടീസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ കമ്പനീസ് ആക്ട് 1815 ഡ്രാഫ്റ്റ് ചെയ്തിരുന്നു, അത് ഫോളോ ചെയ്തിരുന്നു. എന്നാൽ പലതരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസും പലതരത്തിലുള്ള ട്രേഡ് ബാരിയേഴ്സ് അല്ല, ട്രേഡ് പ്രാക്ടീസസ് ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതിനൊത്ത് കമ്പനീസ് ആക്ട് 1850 അഡോപ്റ്റഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തർക്കങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കമ്പനീസ് ആക്ട് 1850 ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് 1950 ശ്രീ ബാബ CH ചെയർമാനായി 12 മെമ്പേഴ്സ് കമ്മിറ്റിയാണ് പാർലമെന്റ് നിയോഗിച്ചത്. ഈ കമ്മിറ്റിയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ കസ്റ്റം, ഇന്ത്യൻ ട്രേഡ് പ്രാക്ടീസ് അനുസരിച്ച് ഒരു പുതിയ കമ്പനി ആക്ട് രൂപീകരിക്കുക എന്നതുള്ളതായിരുന്നു ഈ കമ്മിറ്റിയുടെ പ്രധാന ധർമ്മം. അങ്ങനെ ഈ കമ്മിറ്റി ഒരു റിപ്പോർട്ട് 1955 കാലഘട്ടത്തിൽ പാർലമെന്റിൽ കൊണ്ടുവരികയും 1955 നവംബർ പാർലമെന്റ് ന്യൂ കമ്പനീസ് ആക്ട് പാസ്സാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1956 ഏപ്രിൽ 1 കമ്പനീസ് ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. കമ്പനീസ് ആക്ട് 1956 ആ കാലഘട്ടത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന പുതിയ നൂതനമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ കമ്പനീസ് ആക്ട് 1956 ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ പിന്നീടുണ്ടായിരുന്ന നാഷണൽ ഇൻ്റർനാഷണൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ്, എക്സ്പാൻഷൻസ്, ഗ്രോത്ത്, ഇതെല്ലാം ആ കമ്പനീസ് ആക്ടിനെ വിരുദ്ധമായി ബാധിക്കാൻ തുടങ്ങി. പ്രത്യേകമായി പറയുകയാണെങ്കിൽ 1996 കാലഘട്ടത്തിലെ എക്കണോമിക് റവല്യൂഷൻ
ഇന്ത്യയിൽ നടന്ന എക്കണോമിക് റവല്യൂഷൻ, ഐ ടി മേഖലകളുടെ ഐ ടി കമ്പനീസിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ പഴയ കമ്പനീസ് ആക്ട് 1956 സാരമായി ബാധിച്ചിരുന്നു. കാരണം 1956 ആക്ടിൽ പുതിയ നൂതനമായ ടെക്നോളജിയെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആക്ട് കൊണ്ടുവരേണ്ടത് പാർലമെൻറ്റിന് അത്യാവശ്യമായി വരികയായിരുന്നു. കമ്പനി ബിൽസ് ലോകസഭയിൽ വരികയും അതിനെപ്പറ്റി വിശദമായൊരു ചർച്ച നടക്കുകയും ചെയ്തിരുന്നു. 2010 പുതിയൊരു റിപ്പോർട്ട് കമ്മിറ്റിയിൽ വെച്ചെങ്കിലും അതിനെ തുടർന്നു പോകാൻ അന്നത്തെ പാർലമെൻറ്റ് സെഷന് കഴിഞ്ഞിരുന്നില്ല. അവസാനം 2012 ലോകസഭ കമ്പനീസ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് രാജ്യസഭ 8 ഓഗസ്റ്റ് 2013 അംഗീകരിക്കുകയും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 29 ഓഗസ്റ്റ് 2013 ഈ ബില്ല് പാസ്സാക്കി ആക്റ്റായി പ്രഖ്യാപിക്കുകയും അങ്ങനെ 30 ഓഗസ്റ്റ് 2013 മുതൽ കമ്പനീസ് ആക്ട് 2013 നിലവിൽ വരികയും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ന്യൂ കമ്പനീസ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് പുതിയ കമ്പനീസ് ആക്ടിൻ്റെ പ്രധാനമായ ധർമ്മമാണ്. എന്തൊക്കെയാണ് പുതിയ ആക്ടിൽ വന്നിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ടു അച്ചീവ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. 1996 ശേഷം ഇന്ത്യയിൽ വന്ന എക്കണോമിക് വിപ്ലവത്തിനെ, സാമ്പത്തിക വിപ്ലവത്തിന് അനുസൃതമായാണ് ഈ പുതിയ കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നത്. ആ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ വളർന്നുകൊണ്ട് വന്നിരുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റുകളെ അതിര് കവിഞ്ഞുള്ള സ്വാതന്ത്ര്യങ്ങൾ നിലയ്ക്കാനുള്ള കാര്യങ്ങളും പുതിയ കമ്പനീസ് ആക്ടിൽ ഉണ്ടായിരുന്നു. ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകമായ പവർ, ഷെയർ ഹോൾഡേഴ്സും കമ്പനീസും തമ്മിലുള്ള ബന്ധം കൂട്ടുകയും അതോടൊപ്പം തന്നെ കമ്പനിയുടെ നിത്യമായ കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിൽ എത്തിക്കുക എന്നുള്ള ധർമ്മവും, അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രവർത്തനം സുസ്ഥിരവും സുഗമമാക്കുക എന്നുള്ള അധർമ്മത്തിലോട്ട് ഈ കമ്പനീസ് ആക്ട് വരികയായിരുന്നു. ഈ കമ്പനീസ് ആക്ടിലൂടെ അത് സാധിക്കുകയായിരുന്നു ചെയ്തിരുന്നു. പിന്നീടുണ്ടായ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ എന്ന പോലെ ഈ കാലഘട്ടത്തിലും വളർന്നുകൊണ്ട് വന്നിരുന്ന കോർപ്പറേറ്റ് ഫ്രോഡുകളെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു ധർമ്മവും, ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ധർമ്മവും കമ്പനീസ് ആക്ട് 2013 ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ കമ്പനികളുടെ സ്ട്രക്ചർ തന്നെ മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കമ്പനീസ് ആക്ട് 2013 വളർന്നു പോന്നു. 2013 മുമ്പ് ഒരു കമ്പനിയുടെ സർവ അഡ്മിനിസ്ട്രേഷനും ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. ഷെയർ ഹോൾഡേഴ്സിന് അധികം വോയിസ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ പുതിയ കമ്പനീസ് ആക്ടിൽ എടുത്തു കളയുകയും ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ മൂല്യം കൊടുക്കുകയും ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പഴയ കമ്പനീസ് ആക്ടിൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ മോണോപോളിയെ തടയാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ പുതിയ കമ്പനികൾ, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും സ്മോൾ സ്കെയിൽ കമ്പനികളും ഐഡിയ ബന്ധപ്പെട്ട ഇന്നോവേറ്റീവായ കമ്പനികളും വരുത്താനുള്ള സമയപരിധി
അതോടൊപ്പം തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെ വളരെ ലാക്കിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ വളരെ ലാഗ് ആയിരുന്നു. വളരെ സമയമെടുക്കുന്നതായിരുന്നു. പക്ഷേ പുതിയ കമ്പനീസ് ആക്ടിലൂടെ അതെല്ലാം കുറച്ച് പുതിയ നൂതനമായ കൺസെപ്റ്റുകളിൽ അധിഷ്ഠിതമായി വരുന്ന കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും കമ്പനീസ് ആക്ട് 2013 ഉണ്ടായിരുന്നു. ഈ കമ്പനീസ് ആക്ടിൽ 1956 അപേക്ഷിച്ച് പുതിയ തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. 1956 രണ്ടിൽ കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കമ്പനി ഫോം ചെയ്യാനുള്ള അധികാര അവകാശങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കമ്പനീസ് ആക്ടിൽ ഒരു വ്യക്തിക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള അധികാരാവകാശങ്ങൾ കൊടുക്കുകയും അങ്ങനെയുള്ള കൺസെപ്റ്റിനെ വൺ പേഴ്സൺ കമ്പനി എന്നുള്ള ടേമിൽ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് പ്രകൃതി ചൂഷണത്തിനെതിരായി കമ്പനികൾ നടത്തിവരുന്ന അല്ലെങ്കിൽ നടത്തേണ്ട കാര്യങ്ങൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തി അത് കമ്പനീസ് ആക്ടിലോട്ട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ പ്രകൃതിയുടെ ചൂഷണം കുറയ്ക്കുകയും ചൂഷണപ്പെട്ട പ്രകൃതിയെ ബിൽഡപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സ് കടന്നു വരികയും അങ്ങനെ ഒരു പുതിയ കൺസെപ്റ്റ്, പുതിയൊരു തിയറി നമ്മുടെ കമ്പനീസ് ആക്ടിൽ നിലവിൽ വരികയും ചെയ്തു. മറ്റൊരു സവിശേഷത പറയാനുള്ളത്, കമ്പനീസ് ആക്ട് 2013 പ്രകാരം പുതിയൊരു കോടതി എസ്റ്റാബ്ലിഷ്ഡായി. അതിനെയാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു കേസും എടുക്കാനുള്ള പരമോന്നത അധികാരം NCLTന് നൽകപ്പെട്ടു. ഓരോ സ്റ്റേറ്റിനും ഓരോ NCLT എന്നുള്ള രീതിയിലായിരുന്നു കണക്കുണ്ടായിരുന്നത്. കേരളത്തിലെ NCLT ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ അപ്പീലിയറ്റ് ട്രൈബ്യൂണലായി നാഷണൽ കമ്പനി ലോ അപ്പീലിയറ്റ് ട്രൈബ്യൂണൽ NCALT എന്നുള്ള ഒരു കോടതിയും കൂടി നിലവിൽ വന്നു. NCALT ഡൽഹിയിലാണ്. അതിൻ്റെ മേൽക്കോടതി എന്നുള്ളത് സുപ്രീം കോടതിയായി മാറി. അങ്ങനെ വളരെ സൗകര്യപൂർണമായ ഒരു കോർട്ട് സിസ്റ്റം നിലവിൽ വന്നത് കമ്പനീസ് ആക്ട് 2013 ആയിരുന്നു. ഈ കോർട്ട് സിസ്റ്റത്തിന് മുമ്പ് കമ്പനിക്ക് പ്രത്യേകമായൊരു കോർട്ട് ഉണ്ടായിരുന്നെങ്കിലും, ഒരു ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഹൈലാർക്കി വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹൈക്കോർട്ടിന് ചെറിയൊരു പവർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് സുപ്രീം കോർട്ട് ഒരു പവർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫൈറ്റായിരുന്നു അവർ തമ്മിൽ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ അതുമാത്രമല്ല സമയപരിധിയും വളരെ കൂടുതലായിരുന്നു. ഒരു കേസ് കൊടുക്കുമ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ആ കേസിനൊരു ജഡ്ജ്മെൻറ്റ് വരാറ്. പക്ഷേ NCLT എസ്റ്റാബ്ലിഷ്ഡ് ആയതോട് കൂടി ടൈം ലിമിറ്റ്സ് വളരെയധികം കുറയുകയും വളരെ പെട്ടെന്ന് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് തീർപ്പാക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1956 ആക്ട് നീണ്ട വർഷത്തെ 2013 വരെയുള്ള നീണ്ട വർഷത്തെ ഇടവേളയിൽ പലതരത്തിലുള്ള അമെൻമെൻറ്റും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത് വളരെയധികം ബൾക്കിയായ ഒരു ആക്റ്റായി മാറുകയായിരുന്നു. ഈവൻ പല പ്രൊവിഷൻസും കോൺട്രഡിക്റ്ററായി നിന്നിട്ടുമുണ്ട്. അതിനെപ്പോഴും കോടതിയിൽ പോവുകയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അത് ഫേസ് ചെയ്തിരുന്നു. അതെല്ലാം എടുത്തു കളഞ്ഞ്, പല പ്രൊവിഷൻസും എടുത്തു കളഞ്ഞ് പുതിയൊരു ആക്ടിന് രൂപം കൊടുത്തതാണ് കമ്പനീസ് ആക്ട് 2013. അടുത്തതായി കമ്പനീസ് ആക്ട് 2013 സൈലന്റ് ഫീച്ചേഴ്സാണ്. കമ്പനീസ് ആക്ട് 2013 470 സെക്ഷൻസും 7 ഷെഡ്യൂൾസും ഉണ്ട്.
ഇതെല്ലാം ഉൾപ്പെടെ 23 ചാപ്റ്റർ ആയിട്ടാണ് കമ്പനീസ് ആക്ട് 2013 നിൽക്കുന്നത്. ഈ ആക്ട് ഇന്ത്യയിലൊട്ടാകെ നിലവിൽ വന്നിട്ടുണ്ട്. ഈ ആക്ട് ഇൻഷുറൻസ് കമ്പനി, ബാങ്കിങ് റെഗുലേഷൻ കമ്പനികൾ ആക്ടിനെ ഒഴിച്ചുള്ള മറ്റേത് കമ്പനിയുടെയും, ഫോർ എക്സാമ്പിൾ NBFC, സ്മോൾ സ്കെയിൽ അങ്ങനെയുള്ള കമ്പനീസിന് ബാധകമായിട്ടാണ് ഈ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആക്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യപ്പെട്ടപ്പോൾ കമ്പനികൾക്കും സൊസൈറ്റിയോടും പ്രകൃതിയോടും ഒരു ബാധ്യത ഈ ഒരു പ്രൊവിഷനിലൂടെ വരികയും ചെയ്തിരുന്നു. പിന്നീടുള്ള കാര്യം, പഴയ കോഡ് സിസ്റ്റം എടുത്ത് മാറ്റി NCLT, NCILT എന്നുള്ള കോടതികൾ വയ്ക്കുകയും ചെയ്തു. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വുമൺ പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമായി ഓരോ കമ്പനി ബോർഡിലും വുമൺ ഡയറക്ടർമാരെ, ഓരോ മാനേജ്മെൻറ്റിലും വുമൺ ഡയറക്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരം ഈ കമ്പനി ആക്ട് പ്രകാരം നൽകപ്പെട്ടു. അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സ് തന്നെ പല തരത്തിലുള്ള ഡയറക്ടേഴ്സുമാരായി. റെസിഡൻറ്റ് ഡയറക്ടേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്നുള്ള നൂതനമായ കോർപ്പറേറ്റ് കൺസെപ്റ്റുകൾ നിലവിൽ ഈ ആക്ടിലൂടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലെല്ലാത്തിനും ഉപരി ഗ്ലോബലൈസേഷൻ്റെയും ബോർഡർ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെയും ഭാഗമായ മറ്റു കമ്പനികൾ, അതായത് ഇൻ്റർനാഷണൽ ബോർഡറിൽ കിടക്കുന്ന കമ്പനികൾക്ക് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതിനു പറ്റിയ നിയമങ്ങൾ ഈ കമ്പനി ആക്ട് പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ കമ്പനിയെ ഈ 2013 കമ്പനി ആക്ട് എല്ലാം കൊണ്ടും കോർപ്പറേറ്റ് ഫീൽഡിലോട്ട് അയവ് വരുത്തുന്ന ഒരു ആക്ടായി മാറുകയായിരുന്നു. അതുമായി ഇഴുകിച്ചേരുന്ന ഒരു ആക്ടായി മാറുകയാണ്. അടുത്തതായി കമ്പനീസ് ആക്ടിലെ കമ്പനിയുടെ ഡെഫിനിഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓരോ ആക്ടിലും സെക്ഷൻ 2 ആണ് ഡെഫിനിഷനായിട്ട് വെക്കാറ്. ഈ ഡെഫിനിഷനായിരിക്കും കമ്പനി അല്ലെങ്കിൽ ആ ആക്ടിൽ, കമ്പനിയല്ല സോറി, ആ ആക്ടിൽ ഉടനീളം ഉപയോഗിക്കപ്പെടുന്നു. സെക്ഷൻ 2 ക്ലോസ് 20 പ്രകാരം ഒരു കമ്പനിയുടെ ഡെഫിനിഷൻ അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. വളരെ സുഗമമായ ഒരു എക്സ്പ്ലനേഷനാണ് ഇത്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ കമ്പനി ആക്ടുമായി ഇൻകോർപ്പറേറ്റഡ് ആയ ഏതൊരു കമ്പനിയെയും ഇന്ത്യൻ കമ്പനിയായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അല്ലെങ്കിൽ ഈ കമ്പനിയുടെ മുമ്പുണ്ടായിരുന്ന കമ്പനി ആക്ടിൽ റെക്കഗ്നൈസ്ഡ് ആയ ഏത് കമ്പനിയെയും ഈ കമ്പനി ആക്ട് കമ്പനിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. ഇത്രേ അതിൻ്റെ അർത്ഥമുള്ളൂ. മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനി ആക്ടിലൂടെ പ്രാബല്യത്തിൽ വരുന്ന കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ഓർ ലീഗൽ പേഴ്സണായി മാറുകയാണ്. ആർട്ടിഫിഷ്യൽ ഓർ ലീഗൽ പേഴ്സൺ. അതോടൊപ്പം തന്നെ ആ കമ്പനിക്ക് നിത്യമായ ഒരു ആയുസ് ഉണ്ടാവുന്നതായിരിക്കും. ഇറ്റ് ഹാസ് എ പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയാൻ കാരണം അതാണ്. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത് അവസാനമില്ലാത്ത പിന്തുടർച്ചാവകാശം. ഒരു മനുഷ്യന് എന്ന പോലെയല്ല കമ്പനി ആക്ട് പ്രകാരമുള്ള രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ നിമിഷം ആ കമ്പനി അവിടെ ജനിക്കുകയാണ്. എന്താണോ ആ കമ്പനിയുടെ പേര് ആ രജിസ്റ്ററിൽ നിന്ന് പോകുന്നത്, അന്നാണ് ആ കമ്പനി മരിക്കുന്നത്.
അതിനിത്ര കാലഘട്ടമെന്നോ അതിനിത്ര സമയപരിധിയോ ഇല്ല. എന്നാണോ അതിനൊരു അപ്ലിക്കേഷനോ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ഉണ്ടാവുന്നത്, അന്ന് മാത്രമാണ് ആ കമ്പനിക്ക് ഒരു അവസാനം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇനി കമ്പനികളുടെ പുതിയ കമ്പനികളുടെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. അതായത് നിയമപരമായി അംഗീകരിക്കപ്പെട്ട സംഘടന എന്നുള്ള രീതിയിലാണ് ഈ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ നിയമം അനുസരിച്ച് അംഗീകരിക്കപ്പെട്ട കമ്പനികളെയാണ് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്നുള്ള നാമത്തിൽ നമ്മൾ പറയുന്നത്. അടുത്തത് ലീഗൽ പേഴ്സണാലിറ്റി. നമ്മുടെ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ 2 തരത്തിലുള്ള പേഴ്സണാലിറ്റിനെയാണ് നിയമം അംഗീകരിക്കുക. ഒന്ന് നാച്ചുറൽ പേഴ്സൺ, മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഫിക്ഷണൽ തിയറിയിൽ ബന്ധപ്പെട്ടതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഓർ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്. നാച്ചുറൽ പേഴ്സണിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സിറ്റിസൺസ് ആണ്. അതായത് നമ്മളൊക്കെ തന്നെ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് വയ്ക്കുന്ന നാച്ചുറൽ പേഴ്സൺസിനെയാണ് പേഴ്സൺസിനെയാണ് നാച്ചുറൽ പേഴ്സൺസ് എന്നും. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് കൃത്രിമമായി ഉണ്ടായിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. അതായത് നിയമലോകത്ത് മാത്രം ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയമലോകത്ത് മാത്രം ഉള്ള ഒരു വ്യക്തിയെയാണ് ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നാച്ചുറൽ ബീയിങ് ആയിട്ട് ഒന്നുമില്ല. ഈ തിയറി, ലീഗൽ പേഴ്സണാലിറ്റി എന്ന തിയറി ഫിക്ഷൻ തിയറിയുമായി വളരെ ബന്ധമുണ്ട്. നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇത് അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ലീഗൽ പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാലാവധി നിർണ്ണയിക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ കാലാവധി പെർപെക്ച്വൽ ആയിരിക്കും, എവർലാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്ന് അവസാനിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. കമ്പനി എന്നും ലീഗൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയും അതിൻ്റെ ആയുസ് എവർലാസ്റ്റിംഗ് ആയിരിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് കമ്പനി ഒരു ലീഗൽ പേഴ്സണാലിറ്റി ആയതുകൊണ്ട് കമ്പനിയുടെ പേരിൽ വരുന്ന കടങ്ങൾ കമ്പനി മാത്രമായിരിക്കും ലയബിൾ ആവുക. അതിന് മാനേജ്മെൻറ്റോ ഷെയർ ഹോൾഡേഴ്സോ ബാധകമല്ലാതെ ആവുന്നു എന്നുള്ളതാണ് ലിമിറ്റഡ് ലയബിലിറ്റിയുടെ സാരമായ ഒരു കാര്യം. മറ്റൊരു കാര്യം ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൂതനമായ ഡിമാറ്റ് അക്കൗണ്ട് വഴി എത്ര ഷെയറുകൾ വാങ്ങാനും എത്ര ഷെയറുകൾ വിൽക്കാനും വളരെ സുഗമമായി ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രത്യേകത കമ്പനിക്കുള്ളത് കോമൺ സീൽ. എല്ലാ കമ്പനിക്കും കോമൺ ആയ ഒരു സിഗ്നേച്ചർ സീൽ ഉണ്ടാവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കമ്പനി എപ്പോഴും സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും. അതായത് കമ്പനിയുടെ പേര് അതൊരു ലീഗൽ പേഴ്സണാലിറ്റി ആയതുകൊണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ വിഭാഗം എപ്പോഴും കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻറ്റ് മാത്രമായി മാറുകയാണ്. അവർക്ക് കമ്പനിയുടെ സ്ഥാപന രംഗ വസ്തുക്കളിൽ യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടാവില്ല. ഒരു സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ പോലെ കോടതിയിൽ പോകാനും കേസുകൾ ഫയൽ ചെയ്യാനും കേസുകൾ ഡിഫെൻഡ് ചെയ്യാനും ഒരു കമ്പനിക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ സ്വന്തം പേരിൽ സ്ഥാപന രംഗമ വസ്തുക്കൾ വാങ്ങുന്നതിന് ഒരു കമ്പനിക്ക് സാധിക്കും. ആ സ്ഥാപന രംഗമ വസ്തുക്കൾ സൂക്ഷിക്കാനും അത് പ്രവർത്തിക്കാനുമായി
ഒരു ഏജന്റ് പോലെ വർക്ക് ചെയ്യാനാണ് മാനേജ്മെന്റിനുള്ള അധികാരം. അതല്ലാതെ മറ്റൊരു അധികാരവും മാനേജ്മെന്റിന് ഉണ്ടാവാറില്ല. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന തിയറി വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു തിയറി തന്നെയായിരുന്നു. എന്നിരുന്നാലും പലതരത്തിലുള്ള കോൺട്രവേഴ്സികൾ ആ തിയറിയുടെ പിന്നിലുണ്ടായിരുന്നു. ഇതാദ്യമായി റെക്കഗ്നൈസ് ചെയ്യുന്നത് സാൽമൺ വേഴ്സസ് സാൽമൺ കേസാണ്. വളരെ ഫേമസ് ആയ ഒരു ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കേസായിരുന്നു ഇത്. ഈ കേസിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്. സാൽമൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഷൂ ബിസിനസ് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം സാൽമൺ ആൻഡ് കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും നിയമപരമായി അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാൽമൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ആ കമ്പനിയിലോട്ട് മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തതിന് പ്രത്യുപകാരമായി 40,000 രൂപ അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. അതിൽ 30,000 രൂപയുടെ $30,000 രൂപയല്ല, ഡോളർ അദ്ദേഹം കമ്പനിക്ക് വേണ്ടി ഷെയറും ബാക്കി $10,000 ഡിബഞ്ചറുമായി തിരിച്ചിടുകയായിരുന്നു. അതിൽ ഡിബഞ്ചേഴ്സ് സാൽമണിന്റെ കൈവശം തന്നെയായിരുന്നു. ഷെയറുകൾ അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിന് വീതിച്ചു നൽകുകയാണ്, ഭാര്യ, മക്കൾ എല്ലാവർക്കും. ബാക്കി ഷെയറുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയും. ഇതിൻ്റെ ഇടയിലാണ് കമ്പനിക്ക് ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി വരികയും അങ്ങനെ $6,000 ലൈബിലിറ്റിയിലും $7,000 അൺസെക്യൂർഡ് ആയ ക്രെഡിറ്റേഴ്സിൽ നിന്നും അദ്ദേഹം വാങ്ങുന്നത്. അവസാനം ഈ കടം വീട്ടാൻ പറ്റാത്ത രീതിയിൽ കമ്പനി നഷ്ടത്തിൽ പോവുകയും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർ സാൽമനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. ഇൻവെസ്റ്റേഴ്സിന്റെ വാദം ഇങ്ങനെയായിരുന്നു. സാൽമൺ എന്ന് പറയുന്ന വ്യക്തി സാൽമന്റെ പേരിൽ ഒരു കമ്പനി ഫോം ചെയ്യുകയും ആ കമ്പനി ഞങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ചതുകൊണ്ട് അതിൻ്റെ സർവ്വപൂർണ്ണ ഉത്തരവാദിത്തം സാൽമൺ എന്ന് പറയുന്ന വ്യക്തിക്കും അവരുടെ കുടുംബത്തിനുമാണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥാപന രംഗമ സ്വത്തുക്കളിൽ നിന്ന് അത് ഈടാക്കണമെന്നുമായിരുന്നു ഇൻവെസ്റ്റേഴ്സിന്റെ പെറ്റീഷൻ. എന്നാൽ അന്ന് നിലവിലുണ്ടായിരുന്ന കോടതി ആ വാദം തള്ളുകയും സാൽമൺ എന്ന് പറയുന്ന കമ്പനിയും സാൽമനും രണ്ടും രണ്ടാണ് എന്നും സാൽമൺ എന്ന് പറയുന്ന വ്യക്തി ഒരു നാച്ചുറലും സാൽമൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സണാലിറ്റിയുമാണ് എന്ന് കോടതി അഭിപ്രായപ്പെടുകയും സാൽമൺ എന്ന് പറയുന്ന വ്യക്തി സാൽമൺ കമ്പനിയുടെ ഒരു ഏജന്റ് മാത്രമാണെന്നും കമ്പനി ബന്ധപ്പെട്ട കടങ്ങളും മറ്റു വ്യാപാരങ്ങൾക്കും ഉത്തരവാദിത്തം കമ്പനിക്ക് തന്നെയായിരിക്കുമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. അങ്ങനെയുള്ളപ്പോൾ സാൽമൺ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ സ്ഥാപന രംഗമ വസ്തുക്കളിൽ നിന്നോ സ്വത്തുക്കളിൽ നിന്നോ ഈ കടം മുതലാക്കാൻ സാധിക്കുകയില്ല എന്നായിരുന്നു അന്നത്തെ കോടതി വിധി. ഈ വിധി വളരെ വിപ്ലവകരമായ ഒരു തിയറിയിലേക്കാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ മുതൽ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കമ്പനികളിൽ എക്സിസ്റ്റ് ചെയ്തു പോന്നിരുന്നു. എന്നാൽ പല കാലഘട്ടത്തിലും അതിന് വിരുദ്ധമായ ജഡ്ജ്മെന്റ്സും വന്നിരുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ പുതിയ ആക്ട് പ്രകാരവും
കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടുള്ള അക്നോളജ്മെൻ്റ് ആണ് നിയമം നടപ്പിലാക്കിയത്. ഒരു കമ്പനി ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആവുകയാണെങ്കിൽ, ഒരു ലീഗൽ പേഴ്സണാലിറ്റി ആവുകയാണെങ്കിൽ, ആ കമ്പനിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾക്ക് അവകാശിയാണോ എന്നുള്ളൊരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളതാണ്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് അതെ എന്നുള്ളതാണ്. കാരണം കമ്പനി ഒരു ലീഗൽ പേഴ്സണാലിറ്റി ആണെന്നുള്ള രീതിയിലല്ല, നാച്ചുറൽ പേഴ്സണാലിറ്റിയും ലീഗൽ പേഴ്സണാലിറ്റിയും ഒന്നാണെന്നും അവർക്കുള്ള എല്ലാ അധികാരങ്ങളും, നാച്ചുറൽ പേഴ്സണാലിറ്റിക്കുള്ള എല്ലാ അധികാരങ്ങളും ഒരു ലീഗൽ പേഴ്സണാലിറ്റിക്ക് ഉണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് സാധാരണയായി സ്റ്റുഡൻസ് അങ്ങനെ എഴുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ലീഗൽ പേഴ്സണാലിറ്റിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾക്ക് യാതൊരു വിധ അവകാശവും ഉണ്ടാവുന്നതല്ല. അതിൻ്റെ കാരണം മൗലിക അവകാശങ്ങളുടെ അവകാശി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ നാച്ചുറൽ പേഴ്സണാണ്. ലീഗൽ പേഴ്സണ് അതിനൊരു അവകാശം ഉണ്ടാവുന്നതല്ല. അത് മൗലിക അവകാശത്തിലൂടെ അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് മൗലിക അവകാശത്തിന് അവകാശമുണ്ടാവുന്നതല്ല. കാരണം കമ്പനി ഒരു സിറ്റിസണായിട്ട് ഒരിക്കലും പ്രഖ്യാപിക്കാറില്ല. കമ്പനി ആയ കൂടി ആവുന്നത് ഒരു ലീഗൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ പേഴ്സൺ ആയിട്ട് സാധിക്കാറുള്ളൂ. അപ്പോൾ കമ്പനി ഒരു സിറ്റിസൺ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നോ എന്നാണ്. കമ്പനി ഈസ് ജസ്റ്റ് എ ലീഗൽ പേഴ്സൺ അണ്ടർ ഫിക്ഷൻ തിയറി. ഫിക്ഷൻ തിയറി പ്രകാരം എസ്റ്റാബ്ലിഷ്ഡ് ആയ ലീഗൽ പേഴ്സണാലിറ്റി പ്രകാരം സ്ഥാപിതമായതാണ് കമ്പനി. അദ്ദേഹം ഒരു സിറ്റിസൺഷിപ്പായിട്ട് ഒരിക്കലും അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനൊരു വ്യക്തിക്ക് ലീഗൽ പേഴ്സണാലിറ്റിക്ക് ഒരിക്കലും മൗലിക അവകാശങ്ങൾ കിട്ടാറില്ല. ലീഗൽ പേഴ്സണാലിറ്റിയുടെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്ന ട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലീഗൽ പേഴ്സണാലിറ്റി വരുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും പൂർണ്ണമായൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്ന സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ആണ് എനിക്ക് ഈ ഒരു ലീഗൽ പേഴ്സണാലിറ്റിയുടെ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കുന്നത്. ആ ഒരു ജഡ്ജ്മെൻറ്റിലാണ് ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി കടന്നു വരുന്നത്. അതിനു മുമ്പും ഇങ്ങനെയുള്ള ഫിക്ഷണൽ തിയറിയിൽപ്പെട്ട ആൾക്കാരെ ലീഗൽ പേഴ്സണാലിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.